ഹലോ, ഇന്ന് എൻ്റെ ഒരു വിഷു ദിവസമാണ് നിങ്ങൾ ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. 4:30 ആകുമ്പോൾ ഞാൻ കണി കാണാൻ വേണ്ടി എണീച്ചു. പിന്നെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഞാനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പൊട്ടുന്ന പടക്കങ്ങളൊക്കെ വാങ്ങുന്നത് കുറവാണ്. ഈ മേശാപ്പൂ, നിലച്ചക്രം, പൂത്തിരി, മത്താപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങലുള്ളൂ. പൊതുവെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടേനത്. പക്ഷേ ഒരു 5:45 ആകുമ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്, റെഡി ആയിക്കോ, ഒരു 6:30 ആകുമ്പോൾ കൂട്ടാൻ വരാം, റെഡിയായി നിന്നോന്ന് പറഞ്ഞു. ഏതാ അമ്പലത്തിലെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ദൂരെ പോവുകയാണല്ലോ, നമ്മൾ സ്ഥിരം പോകുന്നതല്ലാത്തൊരു അമ്പലത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വേഗം കുളിച്ച് റെഡിയൊക്കെ ആയി. തൃക്കളയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ഒരു റീൽസിൽ പോലും ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തൊരു ഭംഗിയാ. ഞാൻ ജീൻസ് ഇട്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വഴിയിൽ വെച്ചെന്നെ ഏട്ടൻ പറയുന്നുണ്ട്, പാൻറ് ഇട്ടാൽ അമ്പലത്തിൽ കയറ്റൂല, എന്താ ചെയ്യുക, പുറത്ത് നിന്നോണ്ടിന്ന് പറഞ്ഞ് എന്നെ വെറുതെ പേടിപ്പിച്ചു. ഞാൻ എന്നിട്ട് വിചാരിച്ചു, ഇന്നിനിപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റൂലേ എന്നെല്ലാം വിചാരിച്ച് നിൽക്കുകയാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോഴാണെങ്കിൽ ഒരൊറ്റ പെൺകുട്ടികളും ജീൻസ് ഇട്ടിട്ടില്ല. എല്ലാവരും ഈ ലഹങ്ക പോലെ ട്രഡീഷണൽ വെയർ മാത്രം, സാരി, പാവാട അങ്ങനെ മാത്രം. പിന്നെ ഞാനങ്ങ് അവരെ ഏട്ടന്മാരെ കൂടെ അങ്ങ് കയറിപ്പോയി. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല തിരക്കാണ്. പക്ഷെ അമ്പലത്തിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ഒരു 6:30 ടൈം ആകുമ്പോഴാണ് നമ്മളവിടെ എത്തിയത്. ഒരു മഞ്ഞൊന്നും പോയിട്ടില്ല. വെയിൽ വന്ന് തുടങ്ങാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു അമ്പലം കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അമ്പലക്കുളം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്പലത്തിൽ നിന്ന് കുറച്ച് നടന്ന് പോകാനുണ്ട് അമ്പലക്കുളം കാണാൻ വേണ്ടിയിട്ട്. ചെരുപ്പ് ഇട്ടിട്ടില്ല, നല്ല വേദനയാണെന്നുണ്ടായിരുന്നു കാല്. ഫുള്ള് കല്ലിൻ്റെ സ്റ്റെപ്പുകളാണുള്ളത്. എനിക്ക് ഈ വിഷു എന്ന് പറഞ്ഞ ദിവസം ഒന്ന് സ്പെഷ്യലാക്കണം, വ്ളോഗ് ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴും ഇത് അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇന്ന് അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ കട വരുന്നത്. പിന്നെ വീട്ടിലെത്തി അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്തു അടുക്കളയിൽ. സദ്യേൻ്റെ മുന്നേ വറുത്തപ്പേരിൻ്റെ കാര്യത്തിൽ ഞാനും അനിയത്തിയും കൂടി ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞേരം അവളുടെ കൂടെ അവൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് വിഷു നോർമൽ പോലെ അങ്ങനെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു, രാത്രി ബാക്കി വന്ന പൂത്തിരിയൊക്കെ കത്തിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.